ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന GDP ഉള്ള രണ്ടാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്തിന്റെ ആകെ GDP-യിൽ 9.2% ഉത്തർപ്രദേശിന്റെ ഷെയർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറുമ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതിന് ഉത്തർപ്രദേശിന്റെ മുൻകാല ചരിത്രം നമ്മൾ അറിഞ്ഞെങ്കിലേ മനസ്സിലാക്കാൻ സാധിക്കൂ. 2026-നും 27-നും ഇടയിൽ $1 ട്രില്യൺ GDP ഉള്ള സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. പ്രതിവർഷം 19 മുതൽ 20% സാമ്പത്തിക വളർച്ച, അതായത് GDP ഗ്രോത്ത് ആണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. 19 മുതൽ 20% വരെ GDP ഗ്രോത്ത്. നമ്മുടെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.5 മുതൽ 7% വരെയാണ് പ്രതിവർഷത്തെ. ആ സ്ഥാനത്ത് അതിൻ്റെ 3 മടങ്ങോളം GDP ഗ്രോത്ത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവരെത്രത്തോളം സാമ്പത്തികമായിട്ട് വികസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന GDP ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. $500 ബില്യൺ മുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടാകും ഈ നടപ്പ് വർഷത്തിൽ. അതേസമയത്ത് ഉത്തർപ്രദേശിന്റെ GDP എന്ന് പറയുന്നത് 400 ബില്യൺ അടുത്തേക്ക്, അതായത് $350 ബില്യൺ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തമിഴ്നാടായിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോൾ തമിഴ്നാടിനെ പിന്നിലാക്കിക്കൊണ്ടാണ് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആകെ GDP-യുടെ കാര്യത്തിൽ ഇനി മുതൽ ഉത്തർപ്രദേശിന്റെ പുറകിലാണ്. ഇന്ത്യയുടെ ആകെ GDP-യിൽ 15% മുകളിലാണ് മഹാരാഷ്ട്രയുടെ കോൺട്രിബ്യൂഷൻ. അവിടെയാണ് 9.2, അതായത് ഏതാണ്ട് 10%-നടുത്താണ് ഈ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഷെയർ എന്ന് പറയുന്നത്. മാത്രമല്ല, ഓർഗനൈസ്ഡ് കുറ്റകൃത്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ 0 ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ 0 ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്കിടയിൽ ഫെമിലിയർ ആയി മാറിയ ഒരു കാലഘട്ടമാണല്ലോ 2008 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ എന്നിരുന്നാലും 2008-ന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ കാണപ്പെടുന്ന പേരുകളിൽ ഒന്നെന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, പീഡനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഗ്യാങ് വാറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം കുപ്രസിദ്ധമായ ഒരു സംസ്ഥാനമായിരുന്നു. ആ കാലയളവിലെ കമന്റ് ബോക്സുകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതായത് അന്നൊക്കെ ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ പുച്ഛമാണ്. നമ്മൾ മലയാളികൾ പുച്ഛിച്ചിട്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. വെറും വാല്യൂ കൊടുക്കാത്ത, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത, ഒരു അഭിമാനമില്ലാത്ത, വെറും ഗുണ്ടകളും ക്രിമിനലുകളും മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടായിരുന്നു മെജോറിറ്റി മലയാളികളും UP കണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, പലർക്കും അവിടേക്ക് പോകാൻ പോലും പേടിയാണ്, മടിയാണ്. ആ ഒരു സംസ്ഥാനത്തിൽ ഒരിക്കൽ പോലും പോകണമെന്ന് മലയാളികൾ കമന്റ് ചെയ്ത് എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് മലയാളി ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ ലോകത്തെ പല രാജ്യത്തുമുള്ളവര് പോകാൻ കൊതിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഉത്തർപ്രദേശ് മാറുകയാണ്. ഈ അയോധ്യയുടെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആ സംസ്ഥാനത്തിന്റെ ആകെ വികസനം അങ്ങനെയാണ്. നോയിഡ പോലെയുള്ള സിറ്റികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതി പ്ലാൻഡ് സിറ്റികളിൽ പ്രസിദ്ധമായി മാറുകയാണ്. എക്സ്പ്രസ് ഹൈവേകൾ കൊണ്ട് നിറയുകയാണ് ആ സ്റ്റേറ്റിൽ. ഏറ്റവും മികച്ച ഗതാഗത സംവിധാനം, മികച്ച റെയിൽവേ സ്റ്റേഷനുകൾ, മികച്ച റോഡുകൾ, 6 വരി 8 വരി പാതകൾ, അതുപോലെ എക്സ്പ്രസ് വേകൾ, അതോടൊപ്പം തന്നെ അതിനോടനുബന്ധമായിട്ടുണ്ടാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, സ്മാർട്ട് സിറ്റി മിഷനുകൾ, അതോടൊപ്പം തന്നെ ആധുനികവൽക്കരിക്കുന്ന നഗരങ്ങൾ, അതുപോലെ ടെക്സ്റ്റൈൽ സിറ്റി, സാമ്പത്തിക ഇടനാഴികൾ, പ്രതിരോധ ഇടനാഴികൾ എന്നുവേണ്ട ഉത്തർപ്രദേശ് ഇന്ത്യയുടെ വികസനത്തിന്റെ മുഖമുദ്ര എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് രാജ്യത്തിലെ ഏറ്റവും മോശം സംസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനമായി മാറുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമായിട്ട് മാറുക, നിയമവാഴ്ചയുള്ള സംസ്ഥാനമായിട്ട് മാറുക, കുറ്റകൃത്യങ്ങളെ കൃത്യമായി തടയുവാനും ജനങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കി മാറ്റുവാനും എങ്ങനെയാണ് ഇന്ന് ഉത്തർപ്രദേശിന് സാധിച്ചത്? അത് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ വ്യക്തമായ ഒരു വിഷനും, ഒപ്പം യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ അവിടെ നിയോഗിക്കപ്പെട്ടതും തന്നെയാണ് UP-യുടെ മുഖച്ഛായ തന്നെ ഇന്ന് മാറുന്നതിന്റെ പ്രധാന കാരണമായി മാറിയത്. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കുക. 2011-12 കാലയളവിൽ 35,917 രൂപയാണ് ഉത്തർപ്രദേശുകാരന്റെ പ്രതിവർഷ വരുമാനം. അതായത് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 35,000 രൂപയാണ് 2011-12 കാലയളവിൽ. അത് 13-ലും 14-ലും ഒക്കെ എത്തുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. 2014-15 മുതൽ ഉത്തർപ്രദേശിന്റെ ഗ്രോത്ത് 2020-21 73,700
രൂപയായിരുന്നു ഉത്തർപ്രദേശിന്റെ GDP പെർ ക്യാപിറ്റ. എന്നാൽ ഇന്ന് 2023 നമ്മൾ നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിന്റെ GDP പെർ ക്യാപിറ്റ 1,50,000 ഉയർന്നിരിക്കുകയാണ്. ഇത് എത്ര മടങ്ങാണ് എന്നൊന്ന് ചിന്തിക്കുക. 2013 40,000 ഉണ്ടായിരുന്ന GDP പെർ ക്യാപിറ്റ 9 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലും കൂടുതലായിരിക്കുന്നു. ഏതാണ്ട് 2.5 ഇരട്ടിയിലധികമാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ GDP പെർ ക്യാപിറ്റ വർദ്ധിച്ചത്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഷെയർ ചെയ്യാം. 2013 നിന്ന് 2023 എത്തുമ്പോൾ ഉത്തർപ്രദേശിന്റെ GDP പെർ ക്യാപിറ്റ 2.5 മടങ്ങ് വർദ്ധിച്ചുവെങ്കിൽ 2023 നിന്ന് 33 എത്തുമ്പോൾ ഉത്തർപ്രദേശിന്റെ GDP പെർ ക്യാപിറ്റ 10 മടങ്ങ് വർദ്ധിച്ചാലും അത്ഭുതപ്പെടരുത്. കാരണം അത്രയും വലിയ എക്കണോമിക് ഗ്രോത്ത് ആണ് ഈ സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അമ്മാതിരി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ നടക്കുന്നത്. 2023 നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ 40 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിന്റെ പ്രപ്പോസലാണ് ഈ സ്റ്റേറ്റിൽ വന്നിരിക്കുന്നത്. 40 ലക്ഷം കോടി, 1-2 രൂപയല്ല, 40 ലക്ഷം കോടിയുടെ പ്രപ്പോസൽ വന്നിരിക്കുകയാണ് ഈ 2023 മാത്രം. ഇതുപോലെ 2022 2021 ഒക്കെ പല പ്രോജക്റ്റുകളും വന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇയറിൽ മാത്രം വന്നതാണിത്. ഇത് അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഒക്കെ ആകുമ്പോൾ വീണ്ടും 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 ഇത് കൂടുകയുള്ളൂ, കുറയില്ല. അപ്പോൾ എത്രമാത്രം ഗ്രോത്ത് ആണ് ഈ സ്റ്റേറ്റിൽ ഇനി വരാൻ പോകുന്നത് നോക്കൂ. ഇപ്പോൾ 2023 ഈ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റിൽ നിന്ന് തന്നെ ഈ 40 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റേറ്റ് നടക്കുമ്പോൾ 1 കോടിയിലധികം പേർക്കാണ് സ്ഥിരമായിട്ട് ജോലി കിട്ടാൻ പോകുന്നത്, അതും മികച്ച ശമ്പളത്തോടു കൂടി. അപ്പോൾ ഇത് ആ സ്റ്റേറ്റിൽ ഉണ്ടാക്കുന്ന ഗ്രോത്ത് എത്രത്തോളമായിരിക്കുമെന്നൊന്ന് ചിന്തിക്കുക. മുൻകാലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉത്തർപ്രദേശ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പട്ടികയിൽ 14-ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ 2-ാമത്തെ സ്ഥാനത്താണ്. അതായത് ബിസിനസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ 2-ാം സ്ഥാനത്താണ് ഇന്ന് UP. ഞാൻ പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. 2015 16 17 ഒന്നുമല്ല. ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് UP 2nd പൊസിഷനിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം വരുമെന്ന് നോക്കൂ. നമ്മുടെ മലയാളിയായിട്ടുള്ള യൂസഫ് അലി പോലും വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉത്തർപ്രദേശിൽ നടത്തി വരുന്നത്. ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇന്ത്യയുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഒരു കാലത്ത് നമ്മളൊക്കെ പുച്ഛിച്ച ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം. ഇപ്പോൾ അയോധ്യയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഒന്നുമില്ലാതിരുന്നൊരു നഗരമാണ് അയോധ്യ. കുറേ പഴക്കം ചെന്ന വീടുകളും കെട്ടിടങ്ങളും പിന്നെ ഈ പറയുന്ന തർക്കം എന്ന് പറയാവുന്ന ഒരു അമ്പലവും അല്ലെങ്കിൽ ഒരു പള്ളിയും ഒക്കെയാണ് ആ പ്രദേശത്താകെ ഉണ്ടായിരുന്നത്. 15,000 കോടിയിലധികം രൂപയുടെ ഗവൺമെന്റ് പ്രോജക്റ്റുകളാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിനുമൊക്കെ അപ്പുറം സ്വകാര്യ വ്യക്തികളുടെ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ പറ്റില്ല, അത്രത്തോളമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു കാലത്ത് 1000-നും 2000-നും 5000-നും 10,000-നും ഒക്കെ വസ്തു ഉണ്ടായിരുന്ന നാട് ഇന്നിപ്പോ അയോധ്യയുടെ വികസനം പിന്നെ UPയിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് കാരണം അവിടുത്തെ വസ്തുവിനൊക്കെ ഉണ്ടായിരിക്കുന്ന വില എന്ന് പറയുന്നത് 100-ഉം 200-ഉം 500-ഉം മടങ്ങ് വില വർധന ഉണ്ടായ പ്രദേശങ്ങൾ വരെ ഉണ്ട്. അതായത് 1000-നും 5000-നും കൊടുത്തിരുന്ന വസ്തുവൊക്കെ ഇന്ന് 50 ലക്ഷം വരെ ആയി മാറിയ സ്ഥലങ്ങൾ പോലുമുണ്ട്. കാരണം അത്രത്തോളം എക്സ്പ്രസ് ഹൈവേകളും നാഷണൽ ഹൈവേകളും അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സുമാണ് അവിടെ വരുന്നത്. അയോധ്യ എന്ന് പറയുന്ന ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോജക്റ്റ് അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു നഗരമാണ് അയോധ്യ. ശരിക്കും അതൊരു ആരാധനാലയം എന്നതിനപ്പുറം ആ ഒരു ആരാധനാലയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ ട്രഡീഷൻസ് വളരെ പ്രകടമായിരിക്കുന്ന ഒരു നഗരമാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. അയോധ്യ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഓരോ രീതിയിലാണ് UPയിലെ ഓരോ നഗരങ്ങളെയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഭാവിയിൽ പ്ലാൻഡ് സിറ്റികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ട് UP മാറാൻ പോവുകയാണ്. ഇനി ഉൽപാദനത്തിന്റെ കാര്യത്തിലും വളരെ വലിയ വേഗതയാണ് ഉത്തർപ്രദേശ് കാണിക്കുന്നത്. എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 ലക്ഷം കോടിയുടെ എക്സ്പോർട്ടിംഗ് ആണ് ഈ സ്റ്റേറ്റ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ, നിലവിൽ നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം കണക്കാക്കുമ്പോൾ നിലവിലെ എക്സ്പോർട്ടിങ് എന്ന് പറയുന്ന ഈ കണക്ക് വരും വർഷങ്ങളിൽ അതിന്റെ പല മടങ്ങായി വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് ആ സ്റ്റേറ്റിലുണ്ട്. ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 96 ലക്ഷം MSME ആണ് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ചെറുതും വലുതുമായ കമ്പനികൾ എവിടെ നോക്കിയാലും മുളച്ചു പൊങ്ങുകയാണ് UPയിൽ. ഒരു കാലത്ത് ആർക്കും വേണ്ടായിരുന്ന
പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുകയും കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് യു പിയിലെ പലയിടങ്ങളിലും. ഇന്ന് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും ഒരു ബിസിനസ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ പോലും അവരുടെ ചുറ്റിനുമുള്ള അവരുടെ സ്വയം അവർക്കുള്ള കഴിവുകളും ചുറ്റിനും കാണുന്ന വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എങ്ങനെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, പ്രൊഡക്ഷൻ നടത്താം, എങ്ങനെ അവർക്ക് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താം എന്നൊക്കെ ഇന്ന് എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ആ നിലയിലേക്ക് അവിടെ മാറ്റം ഉണ്ടാവുകയാണ്. അത്തരമൊരു അന്തരീക്ഷം അവിടെ ഡെവലപ്പായി വന്നു എന്ന് വേണം പറയാൻ. ജനങ്ങളിലൊരു തോന്നലുണ്ടായി, യു പി മാറുകയാണ്, നമ്മുടെ സംസ്ഥാനം വികസിക്കുകയാണ്. ഇന്ന് മെജോറിറ്റി ഉത്തർപ്രദേശുകാരൻ്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും ഡെവലപ്പായ സ്റ്റേറ്റായി യു പി മാറണമെന്നാണ്. അവരങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അത്രത്തോളം അവരെ കളിയാക്കിയിട്ടുണ്ടല്ലോ. ഈ 2011-12 ഉത്തർപ്രദേശിന്റെ GDP എന്ന് പറയുന്നത് 72 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. 2023 നമ്മൾ എത്തുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള കണക്കുകൾ പോലും മറികടന്നിരിക്കുകയാണ്. എസ്റ്റിമേറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നത് 310 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അപ്പൊ അതൊക്കെ മറികടന്ന് ഉത്തർപ്രദേശ് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമുക്കറിയാം എത്രയായിരുന്നു GDP എന്നുള്ളത്. എന്തായാലും എസ്റ്റിമേറ്റഡ് കണക്കുകളെല്ലാം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 72 ബില്യണിൽ നിന്ന് 350 ബില്യണും മുകളിൽ GDP ഉള്ള ഒരു സംസ്ഥാനമായിട്ട് യു പി മാറി എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ എന്നാണ് പറയാനുള്ളത്. നോക്കൂ, ടാലൻറ്റഡ് ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് എന്തും മാജിക്കും കാണിക്കാൻ പറ്റും, ആ രാജ്യത്തിന് എന്ത് മാജിക്കും കാണിക്കാൻ പറ്റും. നരേന്ദ്രമോദി ലോകത്ത് കാണിക്കുന്ന മാജിക്ക് ഇന്ത്യക്കുള്ളിൽ ഉത്തർപ്രദേശും യോഗി ആദിത്യനാഥും കാണിക്കുകയാണ്. ശരിക്കും എനിക്ക് അത്ഭുതമാണ്, ഈ സംസ്ഥാനം എങ്ങനെയാണ് ഇതുപോലെ മാറിപ്പോയത്. യു പിയിലെ നഗരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഞെട്ടിപ്പോവും. അമ്മാതിരി ഡെവലപ്മെൻറ്റ്സ് ആണ് അവിടെ നടക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം കടന്നു പോകുന്ന നമ്മുടെ NH-66 അല്ലേ, നമ്മുടെ നാഷണൽ ഹൈവേ. ഈ 66 ഹൈവേ തന്നെ ഇന്നിപ്പോൾ ഒരുപാട് വീഡിയോകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അത്ഭുതത്തോടു കൂടി നമ്മുടെ കേരളം വികസിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഒരു 6 വരി പാത, ചിലയിടങ്ങളിൽ അത് 4 വരിയൊക്കെയാണ്. 6 വരി പാത നമ്മുടെ നാട്ടിലൂടെ വരുമ്പോൾ ഇത്രയും നമ്മൾ എക്സൈറ്റഡ് ആണ്, ഇത്രയും ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ തലങ്ങും വിലങ്ങുമാണ് എക്സ്പ്രസ് ഹൈവേകളും നാഷണൽ ഹൈവേകളും ഒക്കെ കടന്നു പോകുന്നത്. അതുമാത്രമല്ല അനുബന്ധമായ വികസനങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയെ ലീഡ് ചെയ്യുന്നൊരു സ്റ്റേറ്റ് ആയിട്ട് മാറും. ഒന്നാമത് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആ സ്റ്റേറ്റിലുണ്ട്. രണ്ടാമത് പോപ്പുലേഷൻ ഓൾറെഡി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യു പിയിലാണുള്ളത്. മൂന്നാമത് അവർ നമ്മൾ മലയാളികളെക്കാളും ഹാർഡ് വർക്കേഴ്സാണ്. ശരിയാണ്, മലയാളികൾ സ്മാർട്ട് വർക്കേഴ്സ് ആണെന്ന് പറയാം നമുക്ക്. നമ്മൾ എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. നമ്മളെക്കുറിച്ചും പറയണമല്ലോ. പക്ഷേ എങ്കിലും യു പിക്കാർ ശരിക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ തമിഴ്നാട്ടുകാരെ കുറിച്ച് നമുക്കറിയാമല്ലോ. തമിഴ്നാടിൻ്റെ അവരുടെ സ്കിൽസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ തമിഴ്നാട് കേരളത്തെക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. സോ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടെ കിട്ടിയപ്പോൾ പിന്നെ അവർ വേറെ ലെവലായി മാറി. ഇന്നിപ്പോൾ അവർ ശരിക്കും അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ യു പിയുടെ കാര്യത്തിലും അതാണ്. അവർ നല്ല ഫിറ്റ്നസ് ഉള്ള ആൾക്കാരാണ്. ചെറുപ്പക്കാരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ യു പി ഇന്ന് വളരെ പ്ലാനിങ്ങോടുകൂടി വളരുന്ന ഒരു സംസ്ഥാനമാണ്. യോഗി ആദിത്യനാഥ് എല്ലാവരും കരുതിയത് വെറും ഒരു വർഗീയവാദി എന്നാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം വളരെ വലിയ വിഷനുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് യോഗി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഒരാളുടെ ലുക്ക് കണ്ടല്ല അയാളെ വിലയിരുത്തേണ്ടത്, വർക്ക് കണ്ടാണെന്ന് പറയില്ലേ. അങ്ങനെ നോക്കുമ്പോൾ യോഗി ആദിത്യനാഥ് അത് തെളിയിച്ചിരിക്കുകയാണ്. ഒരു മികച്ച ഭരണാധികാരിയായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മാറിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.